ഹായ് ഹലോ നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വെക്കേഷൻ്റെയൊക്കെ ഒരു മൂഡിലായിരിക്കും. എക്സാമിൻ്റെ ആ ഒരു ഹാങ് ഓവറൊക്കെ കഴിഞ്ഞു നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും നമ്മൾ മറന്നു പോകാണ്ടാത്ത, പ്രത്യേകിച്ച് 10ലെ മക്കൾ മറന്നു പോകാണ്ടാത്ത ഒരു കാര്യമുണ്ട്. നമ്മളിനി അടുത്ത എങ്ങനെയാണ് ഏതിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ. നീ ഇനി അടുത്ത ഏതാണ് എടുക്കുന്നത്, ഇനി ഏത് സബ്ജക്റ്റിലെടുക്കുന്നത്? ബയോളജി സയൻസ് എടുക്കുക. അപ്പോൾ അതാവുമ്പം ഏത് മേഖലയിലേക്കും തിരിഞ്ഞു പോവാമല്ലോ. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, ഇപ്പോൾ എഐക്കൊക്കെ ഭയങ്കര സ്കോപ്പാണ്. അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുക, ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ ആയാൽ എന്താ കാശ്. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് നീ ഒരു IAS IPS ലെവലിലൊക്കെ നോക്കിക്കോ എന്ന് പറയും. അപ്പം നമ്മുടെ 4 ഭാഗത്തു നിന്നും 4 അഭിപ്രായങ്ങളായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയെ കണ്ടപ്പോൾ, അവൻ SSLC എക്സാം എഴുതി കഴിഞ്ഞ ഒരാളാണ്. വന്നിട്ട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടൊക്കെ എഴുതാൻ പറ്റി. അപ്പോൾ ആളൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര A+ കിട്ടും? എനിക്കൊരു 7 A+ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം, എനിക്ക് ഗെയിമിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗെയിം കളിക്കുന്നത് കൊണ്ടാണോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത്? ആ സബ്ജക്റ്റുകളെക്കുറിച്ച് എന്തൊക്കെ അറിയാം? പറഞ്ഞു, എന്തായാലും ഞാൻ വീട്ടിലും എല്ലാവരും പറഞ്ഞു അതങ്ങ് എടുത്താൽ മതി, ഞാനും അത് തീരുമാനിച്ച് ഫിക്സാക്കി വെച്ചേക്കാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന കുറേ കുട്ടികൾ നമ്മുടെ ഇടയിൽ കാണും അല്ലേ. ഇപ്പോൾ 99% മാർക്ക് മേടിച്ച് ഒരു കുട്ടി പറയുന്നത് എനിക്ക് എൻട്രൻസ് എഴുതി MBBS എടുക്കണം എന്ന ആഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പിടിച്ച് IAS പോകുന്ന കുട്ടികളും ഒരുപാടുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ പഠിക്കുന്നതും പഠിക്കാത്തതും ഒന്നും ഇവിടെ വിഷയമല്ല. ഇപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി ഹ്യൂമാനിറ്റീസിലിരിക്കുന്നു. പണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് പഠിക്കാത്ത കുട്ടികളിരിക്കുന്ന ഒരു ബ്രാഞ്ചായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കൊമേഴ്സിലായാലും ഹ്യൂമാനിറ്റീസ് ആയാലും ബയോളജി സയൻസിലും കമ്പ്യൂട്ടർ സയൻസിലും എല്ലാം ഇരിക്കുന്നത് നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേർ തന്നെയാണ്. അപ്പോൾ അത് നല്ലൊരു മത്സരം അതിനകത്തുണ്ടാവും എന്നുള്ളൊരു സംശയമില്ല. എന്നാൽ ഞാൻ കൂടുതലും ഭൂരിഭാഗം പേരും സജസ്റ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റ് ബയോളജി സയൻസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബയോളജി സയൻസ് എടുക്കുന്നതിനുള്ള കുറേ മേന്മകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ബയോളജിസ്റ്റാണ് സയൻസ് എടുത്ത ഒരു സ്റ്റുഡൻറ്റിന് ഏത് മേഖല, മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, ഇപ്പോൾ അവന് +1 +2 കഴിഞ്ഞിട്ട് അവനൊരു കീം എൻട്രൻസ് എക്സാം എഴുതി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വേണമെങ്കിലും അവന് പോകാൻ കഴിയും. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്ത വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിക്കുന്നു? അവനൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ട്? കമ്പ്യൂട്ടർ സയൻസിൽ ബയോളജി പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ഓപ്ഷൻ ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ കീം എടുക്കുന്നുണ്ടെങ്കിലും മെഡിക്കൽ ഫീൽഡിലോട്ട് പോകും, നിങ്ങളൊരു ബയോളജി സയൻസ് എടുത്തോ. കാരണം ഇത് 2 ഉപകാരമാണ്. ഒറ്റവെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കണക്കാണ്. അതല്ല, നിങ്ങളൊരു കമ്പ്യൂട്ടർ ഭയങ്കരമായ താല്പര്യം, പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഞാനിനി എൻജിനീയറിംഗ് മേഖലയിട്ട് മാത്രമേ പോകുന്നുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാൾ, ഒരു എയിമുണ്ട്, എനിക്ക് IIT NIT അല്ലെങ്കിൽ കീം എഴുതി CET പോലുള്ള നല്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരു എയിം വെച്ച് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവരോട് പറയാനുള്ളതും അവർ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ പൈത്തൺ ഉൾപ്പെടെയുള്ള ലാംഗ്വേജസ് ഇനി നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ BTech ഫസ്റ്റ് സെമ്മിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ബയോളജി പഠിച്ചു പോകുന്ന മക്കൾക്ക് അത് പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിരുന്നാലും അതുപോലെ തന്നെ ഇനി കുറച്ച് പഠിക്കാത്തൊരു കുട്ടി ബയോളജി സയൻസ് എങ്ങനെയൊക്കെയോ അവന് ഫുൾ A+ കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ വീട്ടുകാരെന്ത് പറയും? നീ ബയോളജി സയൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവനൊട്ടും താല്പര്യമില്ല. കാരണം ഈ മാത്സ് എന്ന് പറയുന്നൊരു കടികട്ടി സബ്ജക്റ്റ് അവന് ഇഷ്ടമേ അല്ല. അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാൾ ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസ് എടുത്തോ അവൻ പെടും, ഉറപ്പാണ്. കാരണം ഇതുവരെ പഠിച്ച ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അല്ല നമ്മൾ ഇനി +1 +2 പഠിക്കാൻ പോകുന്നത്. അവിടെ NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ മത്സരിക്കാൻ പോകുന്നത് CBSEയും ICSEയും കഴിയുന്ന പിള്ളേരോടാണ്. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അതിലേക്ക് എത്തിപ്പെടാൻ ചുമ്മാ പഠിച്ച് കയറി വരുന്ന കുട്ടികളുണ്ട് ഒരുപാട് കേട്ടോ, അതിലോട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട്. പക്ഷേ എനിക്ക് ഈ 10ാം ക്ലാസ് വരെ മാത്സ് ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി അപ്പുറത്ത് വീണതാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള കുട്ടികൾ ആ മേഖലയിലേക്ക് തിരിഞ്ഞു പോവുക. അല്ലാതെ മറ്റുള്ളവരുടെ പാരൻസിൻ്റെ പുഷ് കൊണ്ടൊന്നും നിങ്ങൾ പോവരുത്.
കാരണം ഭാവി നിങ്ങളുടെയാണ്. നിങ്ങൾ മാർക്ക് മേടിച്ചില്ലെങ്കിൽ നാളെ ഇതേ പാരൻസ് തന്നെ പറയും നിങ്ങൾക്കൊരു ഫെയിലായിട്ടൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. പിന്നെ പരീക്ഷ എഴുതുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് റിവാലുവേഷനൊക്കെ ചെയ്യേണ്ടി ഒരു ഗതികേടുണ്ടാവും. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ കൊമേഴ്സിൽ മാത്സിലല്ലോ എന്ന് വിചാരിച്ച് കൊമേഴ്സിൽ പോയ ഒരു കുറേ കൂട്ടുകാരെ എനിക്കറിയാം കേട്ടോ. അതല്ല, കൊമേഴ്സും പാടുന്ന സബ്ജക്റ്റാണ്. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഇപ്പോൾ +1 +2 ഏത് സബ്ജക്റ്റ് എടുത്താലും നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ആ സബ്ജക്റ്റുകൾ. ഡിഫറെൻ്റ് തന്നെയായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന രീതി, പഠിക്കുന്ന സമയം, പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു വലിപ്പം ഒക്കെ വളരെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുന്നു. അപ്പോൾ അത് നമ്മൾ പുതിയ സ്കൂളുകളിലേക്ക് പോകും, പുതിയ കൂട്ടുകാരെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ബാധിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഠിത്തത്തെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഒരു എയിം വെച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ഹ്യൂമാനിറ്റീസാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറയുക, എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതി, എനിക്ക് ഈ മാത്സും ഫിസിക്സൊന്നും എൻ്റെ തലയിൽ കയറില്ല, നാളെ സമയത്ത് ഞാൻ തോറ്റുപോകേണ്ട ഗതികേട് വരരുത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അവർ നിങ്ങളുടെ ഇഷ്ടത്തിന് സമ്മതിക്കും. അല്ലാതെ ബയോളജി സയൻസിലോട്ട് തള്ളിവിടുന്ന, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലായാലും ഒരു സീറ്റ് ഒപ്പിച്ച് അവിടെ പോയിരിക്കുന്നൊരു കുട്ടിയുടെ അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്, അല്ലെങ്കിൽ പലപ്പോഴും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവൻ്റെ ഒരു മാനസികാവസ്ഥ. കാരണം പഠിച്ചെടുക്കാനും വയ്യ, വീട്ടുകാരുടെ ഒരു പ്രഷർ, അവൻ തന്നെ ഡിപ്രഷനായിട്ട് പോകുന്നൊരവസ്ഥ, അവന് പിന്നെ അതിന് സ്പെഷ്യൽ ട്യൂഷൻസ് പോകേണ്ടി വരും, അവിടുത്തെ എൻട്രൻസ് കോച്ചിങ്ങുകൾ. അപ്പോൾ ആകെ ഒരു അങ്കലാപ്പിലാകുന്ന ഒരവസ്ഥയാണ് +1 +2 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ വെക്കേഷൻ സമയത്തിരുന്ന് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ, അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഈ വിഷയങ്ങൾ പഠിക്കുന്ന ആൾക്കാരുമായി ചർച്ച ചെയ്യുക. ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടി ബയോളജി സയൻസ് എടുത്തിട്ടുണ്ട്, അവനൊരു ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു 10ൽ, അല്ല അവൻ ഫുൾ A+ അല്ലെങ്കിൽ നല്ല ബ്രില്യൻ്റ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ബയോളജി സയൻസ് എടുത്തിട്ട് അവന് +2 ഫുൾ A+ കിട്ടി, അല്ലെങ്കിൽ +2 നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുക. അവനെ കൊണ്ട് അത് പറ്റുന്നുണ്ട്. അത് എൻ്റെ ലെവലിലുള്ള ഒരുത്തൻ +2 പോയി ബയോളജി സയൻസ് എടുത്ത് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മൾ ചുറ്റുപാടും അന്വേഷിക്കുക, അവരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് സബ്ജക്റ്റ്, പഠിക്കാൻ എളുപ്പമാണോ, എന്നെപ്പോലുള്ള സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ, 1-2 പേരുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ടീച്ചേഴ്സിനുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരുപാട് ചില കുട്ടികൾ IAS വേണമെന്ന് കരുതിയിട്ട് ഇപ്പോഴും ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കണമെന്ന് തീരുമാനിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു എയിം വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് കേട്ടോ. മറ്റു കുട്ടികളൊക്കെ അവരുടെ ഒരു ഇതിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, CA ഒക്കെ നല്ല ഒരു ഡോക്ടർ പഠിച്ചിറങ്ങുന്നതിനെക്കാട്ടി കുറച്ച് സമയത്തിനുള്ളിൽ പഠിച്ചിറങ്ങി ഒരു CA ഓഫീസ് ആയിക്കഴിഞ്ഞാൽ നല്ല സാലറിയൊക്കെ മേടിക്കാം. അപ്പോൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ഒന്നും ഒന്നിനേക്കാൾ മികച്ചതല്ല, ഒന്നും മോശമല്ല. ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളത് ബയോളജി സയൻസ് എടുത്താൽ നമുക്ക് ഏതൊരു സബ്ജക്റ്റിലോട്ടും തിരിഞ്ഞു പോകാം എന്നുള്ളത് മാത്രമാണ്. ഞാനിപ്പോഴും ഓരോ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ, അത് പഠിക്കുന്നിടത്തേക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടോ അത് മാത്രം ചൂസ് ചെയ്യുക. അതിൽ നല്ലൊരു കരിയർ പടുത്തുയർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്തായാലും നിങ്ങൾ കുറേ പേരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മനസ്സിലല്ലേ, എനിക്ക് +2 അല്ലെങ്കിൽ +1 +2 ഞാൻ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെന്നുള്ളത് കുറേ പേരെങ്കിലുമൊക്കെ അവരെ ഇപ്പോഴേ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തും. നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റിൽ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.